കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ വലിയപാറ ചീക്കോട്ടുമാലി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം. ടാറിംഗ് തകർന്ന് റോഡിൽ നിറയെ കുഴികളും വെള്ളക്കെട്ടുമാണ്. വർഷങ്ങളായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. അധികാരികളുടെ അവഗണന തുടർന്നാൽ സമരരംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 11-ാം വാർഡിലാണ് വലിയപാറ ചീക്കോട്ടുമാലി റോഡ്. 10 വർഷത്തിലധികമായി റോഡിൽ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ നിറയെ കുഴികളാണ്, വെള്ളക്കെട്ടുമുണ്ട്. സ്കൂൾ ബസ്സുകളും മറ്റു നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡാണിത്. തകർന്നു കിടക്കുന്നതിനാൽ ഓട്ടോറിക്ഷക്കാർ ഓടാൻ മടിക്കുകയാണ്. ചീക്കോട്ടുമാലി വലിയപാറ എന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ റോഡ് ഇത്രയും നാളായിട്ട് ആരും വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ റോഡിലേക്ക്. ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. വളരെയധികം സ്കൂൾ ബസ്സുകൾ വരുന്നതാണ്. 2-3 സ്കൂൾ ബസ്സുകൾ ഇതിവിടെ പോകുന്നുണ്ട്. അനവധി വാഹനങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്താ കാരണം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പരന്ന എല്ലാവരും ഉപേക്ഷിച്ചാക്കുവാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. രോഗികൾക്കോ ഗർഭിണികൾക്കോ റോഡിലൂടെ വാഹനയാത്ര സാധ്യമാകില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വീതി കുറവായതിന്റെ പ്രശ്നങ്ങളുമുണ്ട്. പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ല. 10 വർഷമായിട്ട് ഇങ്ങനെ നടക്കണ ഒരു വണ്ടി വന്നാൽ തിരിച്ച് വേറെ സൈഡ് കൊടുത്തൊരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. അതുപോലത്തെ അവസ്ഥയാണ് ഈ വഴി ഇങ്ങനെ നടക്കണത്. ഞങ്ങളുടെ കൊച്ചങ്ങളൊക്കെ ഈ സ്കൂൾ ബസ് വരും, വേറെ ഒരു വണ്ടി വന്നാൽ അതിൽ മാറി കടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ ഇത്രയും കാലങ്ങളായിട്ട് ഇതുവരെയായിട്ട് ഒരു പണിക്ക് ഇതിലൂടെ വന്നിട്ടില്ല ആരും. വലിയപാറ ചീക്കോട്ടുമാലി റോഡിനോട് മാത്രം അവഗണന എന്തിനെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നികുതികൾ അടയ്ക്കുന്ന തങ്ങൾക്കും നല്ല റോഡ് ലഭിക്കാൻ അർഹതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ ഈ റോഡ് അപ്പുറം ബ്ലോക്ക് ചെയ്യും, പിന്നെ വഴിയേ വേണ്ട. ഇത് ഇത്രയും നാളായിട്ട് ഈ 10 വർഷമായിട്ടും തിരിഞ്ഞു നോക്കാത്ത എന്താ ഫണ്ടില്ലാത്തതുകൊണ്ടാണോ? ഞങ്ങൾ പൈസ കൊടുക്കണില്ലേ? ഞാൻ ദേ ഇവിടെ വീട് വെച്ച് താമസിക്കണില്ലേ? ഇതിന് കരടക്കണല്ലേ? ഈ വഴിക്ക് കരടക്കണല്ലേ? വണ്ടിക്ക് ടാക്സ് അടക്കണല്ലേ? പിന്നെ എന്തുകൊണ്ട് ചെയ്യാത്ത? ഫണ്ടില്ലെങ്കിൽ ഫണ്ടില്ല എന്ന് പറയണം. വേറെ പല സ്ഥലത്തും ചെയ്യണ്ടല്ലോ, എന്തുകൊണ്ട് ഇവിടെ മാത്രം ചെയ്യുന്നില്ല? അതാണ് അറിയേണ്ട കാര്യമുള്ളൂ. ഇത് ചൂടായിട്ടോ ഒരു രാഷ്ട്രീയക്കാരെ ആരെയും വിമർശിച്ച് പറയുന്നതല്ല. എന്തുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഒരു ഓട്ടോ വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല. എന്ത് ചെയ്യണം ഞങ്ങൾ? GTV ന്യൂസ്, കോതമംഗലം.